ഈ നെവിൻ എന്ന് പറഞ്ഞ വ്യക്തി എന്തൊരു അഹങ്കാരത്തോട് കൂടിയിട്ടാണ് ആ ആളുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വർത്താനവും. നമ്മുടെ ഈ ബിഗ് ബോസിൽ വന്നിട്ട് ഇത്രയും ഹുങ്കും അഹങ്കാരം കൂടി കൊണ്ട് പറഞ്ഞ ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ റിയാ സലീമാണ്. ഞാൻ ഇത്രയും അഹങ്കാരത്തോട് കൂടിയിട്ട് സംസാരം കേട്ടിരിക്കുന്നത് റിയാ സലീമിന്റെ വായിൽ നിന്നാണ്. കാരണം ബാക്കിയുള്ള മനുഷ്യന്മാർക്കൊന്നും ആള് പറയുന്നതാണ് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള കാര്യം. വേറെ മനുഷ്യന്മാരൊന്നും, ബാക്കിയുള്ളവരെല്ലാവരും കുലസ്ത്രീ, ബാക്കിയുള്ളവർ അവരവരുടെ നിലപാട് പറഞ്ഞ ഒരു കുലസ്ത്രീയായി. അനുമോളിപ്പോ മറ്റേ അക്ബർ അക്ബർ അനുമോളുടെ ബാക്കിൽ വന്ന് നിന്നിട്ട് ആ കുട്ടീനെ തള്ളി. അക്ബർ ഇതൊന്നും മനസ്സിൽ വിചാരിച്ചിട്ടായിരിക്കില്ല ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ അനുമോൾക്കത് ഹേർട്ടായി. അനുമോൾ അത് അഡ്രസ് ചെയ്തു. അനുമോൾ കരഞ്ഞു. ഈ കരഞ്ഞ് ഇത് അഡ്രസ്സ് ചെയ്തതിന് ഒരു പെൺകുട്ടി അവിടെ പ്രതികരിച്ചതിനാണ് ഈ നെവിൻ എന്ന് പറയുന്ന വ്യക്തി ആ കുട്ടീനെ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് പറഞ്ഞ് ഇങ്ങനെ ട്രിഗർ ചെയ്ത് ചൊറിഞ്ഞുകൊണ്ടിരിക്കുക തന്നെ പറയാം. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തൊരു അഹങ്കാരമാണ് ആ അദ്ദേഹത്തിന്റെ വർത്താനത്തിൽ. അദ്ദേഹം എന്ന് പറയാൻ പോലും എനിക്ക് തോന്നുന്നില്ല. ആളുടെ വർത്താനത്തിൽ എന്തൊരു ഹുങ്കും അഹങ്കാരമാണ് ഉള്ളത്. ബാക്കിയുള്ളവർ PR വലിച്ച് വാരി ഇടുകയാണ്. എന്തൊക്കെ ഒരു അഹങ്കാരത്തിലുള്ള വർത്തമാനമാണ് ആ ആൾ അതിനകത്ത് പറയുന്നത്. വെറും ഒരു എന്റർടൈൻമെന്റ് ആണ്. ഇത്രയും നാളെ ആള് പറയുന്നത് കേൾക്കുമ്പോൾ കുറച്ച് ചിരിയെങ്കിലും വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അറപ്പും പുച്ഛവും മാത്രമാണ് ആളുടെ അടുത്ത് തോന്നുന്നത്. ഇനിയിപ്പോൾ ആളൊരു കമ്മ്യൂണിറ്റിനെ റെപ്രസെന്റ് ചെയ്ത് വരികയാണെന്ന് വെച്ചാൽ പോലും ആ ഒരു കമ്മ്യൂണിറ്റിക്ക് ഏറ്റവും താഴ്ന്ന ഒരു വില കൊടുക്കാൻ അദ്ദേഹത്തിന് കൊണ്ട് മാത്രമാണ് സാധിച്ചിട്ടുള്ളൂ. റിയാ സലീം ഇദ്ദേഹത്തിനെ വെച്ച് നോക്കുന്ന സമയത്ത് ഫാർ മോർ ബെറ്റർ ആണ്. അല്ല, ബെറ്റർ എന്ന് പറയാൻ പറ്റില്ല. രണ്ടുപേർക്കും ഒരേ ലെവലിലാണ് അഹങ്കാരവും പുച്ഛും. റിയാ സലീം ഇതിനകത്ത് വന്ന് പോയതിനു ശേഷം തുടങ്ങിയതാണ് നെവിന് ഈ ഒരു അഹങ്കാരവും ഭാവവും. എന്തോ വലിയ ആളാണ്. ഒരു വാക്ക് നെവിൻ മുന്നേ പറയുണ്ടായി, സ്ത്രൈണതയുള്ള പുരുഷൻ. ആ ഒരു വാക്ക് അവിടെ പറഞ്ഞതിന് ശേഷമാണ് നെവിന് ഇത്രയും അഹങ്കാരവും കാര്യങ്ങളും എല്ലാം അതും വന്നത്. നമ്മളെല്ലാ കമ്മ്യൂണിറ്റിനെയും ഈക്വൽ ആയിട്ട് റെസ്പെക്ട് ചെയ്യുന്നവരാണ് എന്നും പറഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും ഈ നെവിൻ എന്ന് പറയുന്ന വ്യക്തിയെ ഇത്രയും ഉഹുങ്കും അഹങ്കാരവും ബാക്കി ജീവിച്ചു പോകുന്ന വ്യക്തികളെ തേജോവധം ചെയ്യുന്ന തരത്തിലുള്ള വർത്തമാനമാണ് ആളുടെ വായിൽ നിന്ന് വരുന്നത്. പിന്നെ എങ്ങനെ നമുക്ക് ഈ ആളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും? ഇത്രയും നാളെ ആള് പറയുന്നത് ഒരു തമാശ രൂപേണയാണ് കണ്ടുകൊണ്ടിരുന്നുണ്ടായിരുന്നത്. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ആള് ദിനം തോറും അഹങ്കാരത്തിന്റെ കൊടുമുടിയിലാണ് എത്തി നിൽക്കുന്നത്. ഇനിയിപ്പോ നമ്മൾ ഈ ഒരു കാര്യം പറഞ്ഞാൽ പോലും, അദ്ദേഹത്തിന്റെ തെറ്റുകൾ എടുത്തു പറഞ്ഞാൽ പോലും അദ്ദേഹം ഒരിക്കലും അത് അംഗീകരിക്കാൻ പോകുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഈ ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് വന്ന് തൊട്ടിട്ട് ആളിനെ ഒരു വട്ടം പോലും ബിഗ് ബോസോ ഈ ബിഗ് ബോസ് ഷോയിലത്തെ ഹോസ്റ്റോ വഴക്ക് പറയുക, ചീത്ത പറയുക, ഇതൊന്നും ചെയ്തിട്ടില്ല. അക്ബർ, ഷാനവാസ്, ആദില, നൂറ, അനുമോള് പിന്നെ പറയണ്ടെന്നല്ല, ആര്യൻ, ഇവർക്ക് എല്ലാവർക്കും മോഹൻലാലിന്റെ കയ്യിൽ നിന്ന് കറക്റ്റ് ആയിട്ട് ചീത്ത കേട്ടിട്ടുണ്ട്. എക്സെപ്റ്റ് ജിസേൽ തക്രാൻ ആൻഡ് നെവിൻ. ഇവർക്ക് രണ്ടുപേർക്കും ഇതുവരെ നമ്മുടെ ഹോസ്റ്റ് ഓഫ് ദ ഷോ ഒരിക്കൽ പോലും ഒരു വഴക്കോ ഒരു ദേഷ്യത്തിലുള്ള സംസാരം ഇവരോട് ചെയ്തിട്ടേ ഇല്ല. ജിസേലും നെവിനും എന്ത് പറഞ്ഞാലും നമ്മുടെ ഹോസ്റ്റ് ഓഫ് ദ ഷോ തള്ളിക്കളയുക, ചിരിച്ചു വിടുക. അവർക്ക് എന്ത് തോന്നിയവാസം വേണിച്ചാലും അതിനകത്ത് കാണിച്ചു കൂട്ടാം. ആരും പറയാൻ വരില്ല. ആ ഒരു ഒറ്റ കാര്യം കൊണ്ടാണ് ഈ നെവിൻ ഇത്രയും അഹങ്കരിച്ചു പോയത്. അല്ലാതെ ഇതിനകത്ത് വേറെ ഒന്നും പറയാനില്ല.